സൗദി അറേബ്യയിലെ ത്വായിഫിനടുത്ത വാഹനാപകടത്തിൽ 2 മലയാളികൾ മരിച്ചു. 20ഓളം മലയാളികൾക്ക് പരിക്കേറ്റു. നിലമ്പൂർ സ്വദേശി ഇസ്മായിൽ, പത്തനാപുരം സ്വദേശി ഷീബ എന്നിവരാണ് മരിച്ചത്. മക്കയിലേക്ക് പോയ ഉംറ ബസിന്റെ ടയർ പൊട്ടിമറിഞ്ഞാണ് അപകടം. റിയാദിലെ ഹോത്തയിൽ നിന്ന് പോയ ബസ്സാണിത്. വിവരങ്ങളുമായി അഫ്താബ് റഹ്മാനുണ്ട്. അഫ്താബ്, വളരെ ദാരുണമായൊരു അപകടമാണ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാവുന്നത്? പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? ഹരിഗോവിന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദാരുണമായ അപകടമാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായിരിക്കുന്നത്. റിയാദിൽ നിന്നും റമദാൻ മാസമായതുകൊണ്ട് തന്നെ ഉംറക്കായി പുറപ്പെട്ട സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ സഞ്ചരിച്ച ബസിന്റെ പിൻവശത്തുള്ള ടയറുകൾ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഈ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് ഈ ഉംറ സംഘത്തെ നയിച്ചിരുന്ന അതിന്റെ ഗ്രൂപ്പ് അമീർ, അതായത് നിലമ്പൂർ സ്വദേശിയായ ഇസ്മായിൽ, അതോടൊപ്പം തന്നെ പത്തനാപുരം സ്വദേശിയായ ഷീബ എന്നിവരാണ് മരണപ്പെട്ടത്. ഇവർ റിയാദിനടുത്തുള്ള ഹോത്ത ബനി തമീം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ബസ്സിൽ ഏതാണ്ട് 40ഓളം യാത്രക്കാരുമായി ഉംറക്ക് പുറപ്പെട്ടത്. ഈ ബസ്സിൽ മലയാളികളായിരുന്നു പകുതിയോളം, ബാക്കിയുള്ളവർ വിവിധ സംസ്ഥാനക്കാരായ ആളുകളുമുണ്ട്. ബസ് പുറപ്പെട്ട് ഏതാനും സമയം കഴിഞ്ഞ ശേഷം തന്നെ ബസ്സിന് തകരാറുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും യാത്ര തുടരുമ്പോഴാണ് ത്വായിഫിനടുത്തുള്ള മഹുലുമിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ബസിന്റെ ടയറുകൾ പൊട്ടുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് എതിർവശത്തുള്ള ട്രാക്കിലേക്ക് കയറുകയും മറിയുകയും ചെയ്തത്. ഒന്നിലധികം തവണ മറിഞ്ഞു എന്ന് ബസ്സിലുള്ളവർ പറയുന്നുണ്ട്. എന്നാൽ ഇതിലൊരു സ്ഥിരീകരണം നിലവിലില്ല. ഏതായിരുന്നാലും വലിയ അപകടമാണ് നടന്നത്. ബസ് പൂർണ്ണമായും തകർന്ന നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. അതോടൊപ്പം തന്നെ ഇതൊരു വിജനമായ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അപകടം നടന്ന് ഏതാനും സമയത്തിനകമാണ് ആംബുലൻസുകളും റെഡ് ക്രസന്റും എത്തിയത്. ഇതിനുശേഷം ഈ പ്രദേശത്തുള്ള 2 ആശുപത്രികളിലേക്കായി ആളുകളെ മാറ്റിയിട്ടുണ്ട്. ഇതിൽ മലയാളികളുണ്ട്. അതിൽ ചിലരുടെ പരിക്കുകൾ കുറച്ച് സാരമുള്ളതാണ്. ബാക്കിയുള്ളവർ ചികിത്സയിൽ തുടരുകയും ചെയ്യുകയാണ്.